ജാനകിയമ്മയ്ക്ക് പകരം നമ്മളാകുമോ? ആ പാദത്തെ സ്പർശിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്നുള്ള നമുക്ക് വ്യക്തമായിട്ടറിയാം. നമ്മളെ എടുത്തുന്നതും ഇപ്പൊ ഹിന്ദിയിലൊക്കെ പാടുന്ന പല സ്ത്രീകളുടെയും വോയിസ് അവിടുത്തെ ലതാ മങ്കേഷ്കറിന്റെ, ആശാ ഭോൺസ്ലെയുടെ ഇവിടെയൊക്കെ ടോണാണ്. അവരാരും ഇത് പറയുന്നില്ലല്ലോ. ഇവിടെ മാത്രം എന്താ ഈ വ്യത്യാസമെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇനിയിപ്പോ അങ്ങനത്തെ ഒരു ടോൺ ഉണ്ടായെന്നോ, ദാസേട്ടന്റെ വോയിസ് ഉണ്ടായെന്നോ, അല്ലെ ജേട്ടന്റെ വോയിസ് ഉണ്ടായെന്നോ, ഇതേപോലെ പലരെയും പറഞ്ഞ് എന്തിനാണ് അവരുടെ ഭാവി കളയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലായി? അങ്ങനത്തെ ടോണുകൾ എല്ലാവർക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ അതിനല്ല എൻ്റെ വീട്ടിൽ എൻ്റെ മദർ, എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും പാടുന്ന കേട്ടാ കറക്റ്റ് ജാനകിയ, അതുപോലെ പാടുന്നവരാ. അവർക്കൊക്കെ ഭാഗ്യം ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് അതിൽ നിന്ന് നമുക്ക് ആ ഇപ്പൊ സുജാ ചേച്ചിയുടെ മകളുടെ വോയിസ് കേട്ട സുജാ ചേച്ചിയുടെ വോയിസ് തന്നെയായിട്ടാ നമുക്ക് തോന്നുന്നത്. വേണുചേട്ടന്റെ പാട്ട് കേട്ട വേണുചേട്ടന്റെ മകൻ പാടുന്ന കേട്ട വേണുചേട്ടന്റെ വോയിസ് പോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും.